ദില്ലി തുർക്കുമാൻ ഗേറ്റിലെ ബുൾഡോസർ രാജിന് പിന്നാലെ കൂടുതൽ നടപടിയുമായി പോലീസ്. പള്ളി പൊളിക്കുമെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു പിന്നാലെയാണ് ജനക്കൂട്ടം പോലീസിനെ ആക്രമിച്ചത്. കല്ലെറിഞ്ഞ 25 പേരെ തിരിച്ചറിഞ്ഞെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ദില്ലി പോലീസ് അറിയിച്ചു. സമൂഹമാധ്യമ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നോബൽ മരിക്കാനുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. നല്ല തണുപ്പാണെന്ന് തോന്നുന്നു ഡൽഹിയിൽ. തുർക്കുമാൻ പള്ളിയുടെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. അവിടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഇക്കാര്യത്തിൽ പോലീസ് ഒന്നൊരു നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചില ആളുകളൊക്കെ പള്ളി പൊളിക്കുമെന്നൊക്കെ പ്രചരണം നടത്തിയോ? അങ്ങനെയാണല്ലോ പോലീസ് പറയുന്നത്. ഗുഡ് മോർണിംഗ് നോബൽ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല തണുപ്പുണ്ട്. 5 ഡിഗ്രിയാണ് ദില്ലിയിലെ താപനില. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ തുർക്കുമാൻ ഗേറ്റിൽ ഈ പള്ളി പോലീസ് സ്റ്റേഷനുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പ്രാർത്ഥന നടക്കുന്ന ദിവസം കൂടിയാണ്. സ്വാഭാവികമായും നിലവിൽ ഇവിടെ ഇപ്പോൾ നിരോധനാജ്ഞയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം രാവിലെ തന്നെ എന്താണെങ്കിലും പള്ളിക്ക് മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. നിരവധി ബസ്സുകളിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കം എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നിരോധനാജ്ഞ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ആളുകൾ തടിച്ചുകൂടിയാൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്ക പോലീസിനും ഉണ്ട് എന്ന് പറയുന്നത്. ക്രമസമാധാനത്തിന് പ്രശ്നമായി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി തന്നെ പോലീസിനെ അടക്കം വിന്യസിക്കുന്നുണ്ട്, മറ്റ് സേനകളെ വിന്യസിക്കുന്നുണ്ട്. ആ കാഴ്ച നമുക്ക് രാവിലെ തന്നെ പള്ളിക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നിസ്കാരം നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇങ്ങോട്ട് എത്തുമോ എന്നടക്കമുള്ള ഒരു ടെൻഷൻ എന്തായാലും ദില്ലി പോലീസിനും ഉണ്ട് എന്നറിയുന്നു. തുർക്കുമാൻ ഗേറ്റ് അവിടെ ഈ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ, പള്ളി പൊളിക്കുന്നു എന്ന ചില പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. കാരണം അർദ്ധരാത്രി നേരത്തെ തന്നെ പള്ളി അധികൃതരെ അടക്കം അറിയിച്ച ശേഷമാണ് ഇങ്ങോട്ട് പൊളിക്കുന്ന നടപടിക്ക് എത്തിയതെന്ന് MCD പോലീസ് പറഞ്ഞു. പക്ഷേ ആ രാത്രി പള്ളി പൊളിക്കാൻ പോലീസ് അടക്കം എത്തി എന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ആളുകൾ ഇവിടെ ഒത്തുകൂടുകയും വലിയ തരത്തിൽ പോലീസ് നേരെ ആക്രമണം നടത്തുകയും കല്ലെറുകയും ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ ദിവസം പൊളിച്ച അവശിഷ്ടങ്ങളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും നീക്കിയിരിക്കും. അതിൽ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അതൊക്കെ JCB ഉപയോഗിച്ചിട്ട് പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റി അതെല്ലാം വൃത്തിയാക്കി എടുത്തിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതായത് പൊളിച്ച അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാക്കി ആക്കിയെടുക്കുന്ന അവശിഷ്ടങ്ങൾ കൂടി ഇന്നോ അല്ലെങ്കിൽ നാളെ കൊണ്ട് നീക്കും എന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ JCBകളുടെ സഹായത്തോടെ എത്രയും വേഗം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ച സ്ഥലത്ത് നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം MCDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഈ പള്ളി പൊളിക്കുന്നു എന്ന പ്രചരണം നടത്തിയ ആളുകളെ അടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്രമണം നടത്തിയ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 25 പേരെ കല്ലെറിഞ്ഞ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 11 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബാക്കി അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ഒപ്പം ചില ഇൻഫ്ലുവൻസർമാർ ഇവിടെ എത്തി പള്ളി പൊളിച്ചു എന്ന പ്രചരണം നടത്തിയെന്നും ദില്ലി പോലീസ് പറയുന്നു. അങ്ങനെയുള്ള ആളുകളെ 10 അക്കൗണ്ടുകൾ ഇതോടൊപ്പം തന്നെ നിരീക്ഷണത്തിൽ അതിലൊരു വനിതാ ഇൻഫ്ലുവൻസറെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തു എന്നാണ് ദില്ലി പോലീസ് അറിയിക്കുന്നത്. ആണെങ്കിലും ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് കടുത്ത ജാഗ്രത ഇവിടെയുണ്ട്. തുർക്കുമാൻ ഗേറ്റിൽ കടുത്ത ജാഗ്രതയിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ പള്ളിയിൽ നിസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെ അടക്കം സന്നാഹം പുറത്ത് ഉണ്ടാകും എന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ നോബൽ ബാരിക്കാരൻ 5 ഡിഗ്രി തണുപ്പാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു കൊതി ഒന്ന് പോവാൻ. പക്ഷേ ആ സമയം തന്നെ നോബൽ ബാരിക്കാരൻ അടുത്തത് കൂടി പറയും, 300-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക, അത് മോശവുമാണ്. അത്തരം തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുന്ദരമായൊരു കാലാവസ്ഥയാണ്. പക്ഷേ വായു ശ്വസിക്കാൻ പറ്റും, അതാണ് പ്രശ്നം.